നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നേരിയ തോതിലോ മിതമായ മഴയോ പ്രതീക്ഷിക്കുന്നതിനാൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെയുള്ള മിതമായ മഴയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരിടത്തും മഴയ്ക്ക് സാധ്യതയില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 6/1/2026 വരെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പുതുവർഷ ദിനത്തിലെ രാത്രി നീലഗിരിയിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂനൂരിൽ ഒറ്റ രാത്രി പെയ്തത് 21 സെന്റിമീറ്റർ മഴയാണ്. വിവിധ ഭാഗങ്ങളിലായി 12 മണ്ണിടിച്ചിലുണ്ടായി. ആളപായമില്ല. കൂനൂർ കർഷക ചന്തയ്ക്ക് സമീപം നിർത്തിയിട്ട 2 കാറുകൾക്ക് മുകളിൽ മണ്ണും മരങ്ങളും വീണു. കാർ ഭാഗികമായി തകർന്നു. ഊട്ടി മേട്ടുപാളയം ദേശീയപാതയിൽ 3 സ്ഥലത്ത് മണ്ണിടിഞ്ഞതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. 10 വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഊട്ടിയിലും രാത്രി ശക്തമായ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. 4 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. കോത്തഗിരിയിൽ 12 സെന്റിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തി. കൂനൂരിൽ റവന്യൂ വകുപ്പ് അതീവ ജാഗ്രത പുലർത്തി വരികയാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ കളക്ടർ ലക്ഷ്മി ഭവ്യ സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാൻ നിർദ്ദേശം നൽകി. മേട്ടുപാളയം കൂനൂർ റെയിൽവേ ട്രാക്കിലും കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതും മരങ്ങൾ വീണതും കാരണം മേട്ടുപാളയം ഊട്ടി പൈതൃക തീവണ്ടി വെള്ളിയാഴ്ച സർവീസ് നടത്തിയില്ല. 4 സ്ഥലങ്ങളിലാണ് പാതയിൽ തടസ്സമുണ്ടായത്. പാറകളും വീണിരുന്നു. ഇവ നീക്കം ചെയ്തു. കൂനൂരിൽ പാളത്തിലേക്ക് വൈദ്യുതി പോസ്റ്റും മണ്ണും വീണു. സ്ഥിതി അനുകൂലമാണെങ്കിൽ ശനിയാഴ്ച സർവീസ് പുനരാരംഭിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. കേരളത്തിൽ 2025 തുലാവർഷ മഴയിൽ 21% കുറവുണ്ടായതായും കണക്കുകളുണ്ട്. 491.9 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സംസ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് 388.3 മില്ലിമീറ്റർ മഴ മാത്രമാണ്. കാലവർഷ കണക്കിലും ഇത്തവണ 13% കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതുകൂടാതെ ലക്ഷദ്വീപ് മുതൽ കന്യാകുമാരി വരെ ന്യൂനമർദ്ദ പാത്തിയുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യതെക്കൻ കേരളത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതേസമയം പാലക്കാടും പലയിടത്തും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇത് അസാധാരണമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്.
സാധാരണ ഡിസംബർ 31 തുലാവർഷം പിൻവാങ്ങേണ്ടതാണെങ്കിലും ഇത്തവണ അത് ഉണ്ടായില്ല. എന്നാൽ കാറ്റ് ദുർബലമായതിനാൽ മഴ പ്രതീക്ഷിച്ചിരുന്നില്ല. തുലാവർഷ അന്തരീക്ഷം നിലനിൽക്കെ ബംഗാൾ ഉൾക്കടലിൽ കിഴക്കൻ തരംഗം എന്നറിയപ്പെടുന്ന മർദ്ദം രൂപം കൊണ്ടതാണ് ഇതിന് കാരണമെന്നും കുസാറ്റ് റഡാർ റിസർച്ച് സെന്റർ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. ഇത്തരം മഴയിൽ ജലാംശം കൂടുതലായിരിക്കും. തരംഗത്തിന്റെ സ്വാധീനത്തിൽ മുൻപ് ആലിപ്പഴ വർഷം ലഭിച്ച സംഭവങ്ങളുണ്ട്. ഇപ്പോഴത്തെ നിഗമനമനുസരിച്ച് 7-ന് ശേഷവും പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ തരംഗത്തിന്റെ സൂചനയുണ്ടെന്നാണ് നിരീക്ഷണം. നിലവിൽ തെക്കൻ ജില്ലകളിൽ ചിലയിടത്താണ് കനത്ത ഒറ്റപ്പെട്ട മഴ ലഭിച്ചത്. മറ്റിടങ്ങളിൽ ശക്തമായ ചാറ്റൽ മഴയായിരുന്നു ലഭിച്ചത്. കിഴക്കൻ തരംഗത്തിന്റെ ശക്തി അനുസരിച്ച് വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഡിസംബർ 31 വരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് തുലാവർഷത്തിൽ ശരാശരി 22% മഴ കുറവാണ്. ഏതായാലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്.